ചോദിക്കാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നതു പക്ഷേ എന്താണ് ഈ ക്രിസ്മസ്? ഹലോ, ഇത് ഏത് കുഞ്ഞാണെന്നോ ഇത് എവിടെയുള്ള കുട്ടിയാണെന്നോ ഒന്നും എനിക്കൊന്നും അറിയില്ല. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടിട്ട് ഞാൻ ഇട്ടതാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല. ആ കുഞ്ഞു വാവ അത് സംസാരിച്ച് പഠിക്കുന്നേ ഉള്ളൂ, അക്ഷരം പോലും ആയിട്ടില്ലാത്തൊരു പ്രായം. ഏതോ ഒരു അംഗനവാടിയിൽ ഏതോ ഒരു നല്ല ടീച്ചറും നല്ല പാരൻസും പഠിപ്പിച്ച അതിമനോഹരമായ ഒരു സംഭാഷണം, ഒരു പ്രസംഗം. അത് നല്ല രീതിയിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും പ്രശംസ അർഹിക്കുന്ന രീതിയിൽ തന്നെ ആ കുഞ്ഞ് അവതരിപ്പിച്ചത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ ഭാവിയിൽ നമ്മളെ വാഗ്ദാനങ്ങളാണ്. കാരണം ഇത്രയും ഒരു 1.25 മിനിറ്റോളം ഇത്രയും നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു പ്രായത്തിൽ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിന് ഒരു 3 വയസ്സ്, 2.5, 3 വയസ്സ് അതിനുള്ളിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത്രയും അത് വർത്താനൊന്നും പറയാൻ പഠിച്ചിട്ടില്ല, എന്നിട്ടും എന്തൊരു ഭംഗിയിലാണ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ആ പറയുന്നതിലൊക്കെ എന്തൊരു തീഷ്ണതയാണ്, എന്തൊരു ഭാവമാണ്. അപ്പോൾ നമ്മൾ ഇവരൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ ഭാവിയിൽ ഇവരൊക്കെ വലിയ ഇങ്ങനെയുള്ള മക്കളൊക്കെ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എന്താണ് ഈ ക്രിസ്മസ്? ലോകത്തിന്റെ ആശയങ്ങനായ ഉണ്ണീശോ ജനിച്ച ദിവസം അത് ബെത്ലഹേമിൽ ഒരു കൊച്ചുകാലത്തൊട്ട് മറിയത്തിന്റെയും ജോസഫിന്റെയും മകനായാണ് ഉണ്ണീശോ ജനിച്ചത്. ദൈവത്തിന്റെ സ്വന്തം മുത്തനെയാണ് നമ്മൾ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ ആ പുണ്യദിനത്തിന്റെ ഓർമ്മയ്ക്കായി നാം ഓരോ ക്രിസ്മസ് ആഘോഷിക്കുന്നു. നക്ഷത്രങ്ങളും ക്രിസ്മസ് തീയും ശാന്ത ആഘോഷമല്ല. ക്രിസ്മസിന് വരെയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞു വീണ ബെത്ലഹേമില് കുഞ്ചേരുവിൽ മാലാഖമാർ ഏറ്റുപാടി. ദൈവത്തിന് മാത്രം ഭൂമിയിൽ സമാധാനം. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നാണ്. ഭൗതിക നേട്ടം ഒരുപാട് നേടിയിട്ടു മനുഷ്യനാണ്, അശുദ്ധനാണ്, സന്തോഷം പറ്റിപ്പോന്നു, ജീവിതത്തിൽ നിരാശയോടെ പലപ്പോഴും ദൈവം കൂട്ടിനിന്ന് ഓർമ്മപ്പെടുത്താനും ഓരോ ക്രിസ്മസ് ആഘോഷങ്ങൾ നഷ്ടപ്പെട്ടോടി ആൺമയെ വീണ്ടെടുക്കാൻ ഉള്ളവർ ഇല്ലാത്തതായി പങ്കുവെക്കുവാൻ രാജ്യത്തിന്റെയും മിനിയത്തിന്റെയും തൊട്ട് നമ്മുടെ ഹിന്ദുക്കാൻ ഈ ക്രിസ്മസ് ആഘോഷം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.